അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സമയം എന്നത്. നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറ. തീർച്ചയായും രണ്ട് തരം അനുഗ്രഹങ്ങൾ ജനങ്ങളെ ഏറ്റവും അധികം അശ്രദ്ധരായി പോകുന്ന രണ്ട് അനുഗ്രഹങ്ങളാണ്. അതിലൊന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നൊരവസ്ഥയിലാണ് ആധുനികമായ കാലഘട്ടം നിലകൊള്ളുന്നത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, മദീന എന്ന് പറയുന്ന ആ ഒരു പ്രദേശം അത് മഗ്രിബ് ആയി കഴിഞ്ഞാൽ അത് പരിപൂർണമായി ശാന്തമാവുകയാണ്, നിശബ്ദമാവുകയാണ്. പിന്നീട് ആളുകളൊന്നും തന്നെ പ്രത്യേകമായ ഒരു ജോലി തിരക്കുകളാൽ വലയുന്നതായി നമ്മൾ കാണുന്നില്ല. അവിടെ അവരുടെ ഇബാദത്തുകളിൽ മാത്രമായി മുഴുകിക്കൊണ്ട് അത് കടന്നു പോവുകയാണ്. എന്നാൽ ഇന്ന് ഈ ഒരു ശാന്തതയും സ്വസ്ഥതയും നമ്മുടെ രാത്രികൾക്ക് ലഭ്യമാകുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട പല കാരണങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണും അതേപോലെയുള്ള ഉപകരണങ്ങളുമായിക്കൊണ്ട് പല രൂപത്തിൽ നമ്മെ തിന്മകളിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒട്ടേറെ ശക്തികൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉപകരണങ്ങളെല്ലാം നമ്മൾ ഒപ്പം തന്നെ അവക്ക് അടിമകളായി പോവാതിരിക്കാനുള്ള ഒരു വിവേകം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോൺ കാരണം ഒരു ഫർളായ നമസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടാൽ ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അത് ഹറാമിലേക്ക് വകയിരുത്തപ്പെടുമെന്നും, അതേപോലെ നമ്മളൊരു പ്രഭാഷണം കേൾക്കുമ്പോൾ, ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക വഴി ആ ക്ലാസ്സിൻ്റെ പ്രയോജനം പൂർണ്ണമായി നമുക്ക് ലഭ്യമല്ലാത്ത ഒരവസ്ഥ വന്നാൽ ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അത് മക്രൂഹിലോ അല്ലെങ്കിൽ കറാഹത്തിലോ ഒക്കെ ഉൾപ്പെടുമെന്നൊക്കെ ഫുഖഹാക്കൾ അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായും നമുക്കവ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. കുറേ സമയം തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്കത് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ അനാവശ്യമായി തീർച്ചയായും അവയിൽ മുഴുകുകയും നമ്മൾ ചെയ്തു തീർക്കേണ്ട പല ജോലികളും അവ മൂലം ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരുകയും അതിൽ നിന്ന് മാറാൻ നമുക്ക് സാധ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു അഡിക്ഷൻ ആയിക്കൊണ്ട് കണക്കാക്കുന്നത്. അതേപോലെ ഒന്നിനോടും ഈ രൂപത്തിൽ അഡിക്ഷൻ ഇല്ലാതെ, നമ്മളെ നന്മയിൽ നിന്ന് തടയുന്ന ഒന്നിനോടും നമ്മൾ വല്ലാതെ അടിമപ്പെടാതെ തീർച്ചയായും നമ്മുടെ സമയത്തെ കൃത്യമായ രൂപത്തിൽ വിനിയോഗിക്കേണ്ടതാണ്. കാരണം പരലോകത്ത് അള്ളാഹു വിചാരണ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് നമുക്ക് ലഭ്യമായ സമയമാണ്. ആ ഒരു സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികൾ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.